എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് LGയുടെ G8X എന്ന് പറഞ്ഞൊരു ഫോണാണ്. ഒരു അടിപൊളി ഫോണാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നും ബിഗ് ബില്യൺ ഡേയ്സിൽ മേടിച്ചാണ്. വളരെ കാത്തിരുന്നിട്ടാണ് നമുക്ക് ഈ ഫോൺ കിട്ടിയത്. ഏകദേശം 12,000 ഫോണാണ് അവർ സെയിലിന് വെച്ചത്. നമുക്ക് ബാഗ് കൊണ്ട് അത് കിട്ടി. ഇന്ന് നമുക്കത് കാണിച്ചു തരാം. LGയുടെ G8X Q പറഞ്ഞ പോലെ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 6GB റാം 128GB റോം എന്ന ഒറ്റ വേരിയൻറ്റ് മാത്രമാണ് ഇറങ്ങുന്നുള്ളൂ. ഇത് ഫെസ്റ്റിവൽ ലിമിറ്റഡ് എഡിഷൻ വേർഷനാണ്. ഏകദേശം 22,000 രൂപയായിരുന്നു. ഒറിജിനൽ പ്രൈസിൻ്റെ 70,000 റുപ്പീസാണ് ഫ്ലിപ്കാർട്ടിൽ പറഞ്ഞത്. നമുക്ക് ഓഫറിൽ നമുക്ക് കിട്ടിയിരുന്നു. വളരെ ഭാഗ്യം കൊണ്ടാണ് നമുക്ക് ഈ ഫോൺ കിട്ടിയത്. നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഗ്ലാസും അതുപോലെ തന്നെ മിഡിൽ പോർഷൻ അലൂമിനിയം മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനാണ്. നമുക്ക് ഫ്യൂച്ചർ ഒന്നുകൂടി നമുക്ക് പിന്നീട് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു കമ്പനി തന്നെ കൊടുക്കുന്ന ചെറിയൊരു ഗ്ലാസ്, അതുപോലെ തന്നെ ഒരു ഗൈഡ്, അതുപോലെ സിം ഇജക്റ്റ് ചെയ്യണ ഒരു പിന്നും എല്ലാം കൊടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ ഈ പാക്കറ്റിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഹെഡ്സെറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ മിക്ക ഫോണുകളിലും ഹെഡ്സെറ്റ് അവർ കൊടുക്കുന്നില്ല. പക്ഷെ നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ ഒരു ഹെഡ്സെറ്റ് കിട്ടുന്നുണ്ട്. ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടായിരിക്കും അത്. അതുപോലെ തന്നെ ഈ പാക്കറ്റിൻ്റെ കൂടെ നമുക്കൊരു ഡാറ്റ കേബിൾ മാത്രമേ ഉള്ളൂ. ഇവർ അഡാപ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നില്ല നമുക്ക് ഈ പാക്കറ്റിൻ്റെ കൂടെ. ടൈപ്പ് സി ആണ് ഇതിൻ്റെ ചാർജിങ്. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഹൈലൈറ്റ് സാധനമാണ് ഈ ഫോണിൻ്റെ. ഇതാണ് ഈ ഫോണിൻ്റെ ഡുവൽ സ്ക്രീൻ എന്ന് പറയുന്നത്. വളരെ തിന്നാണ്, ലൈറ്റാണ്, വെറി പ്രീമിയം ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കവർ എന്ന് പറഞ്ഞത് വളരെ ഭയങ്കര ഹാർഡായ ഒരു ലെതർ ക്വാളിറ്റി തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ പരിചയപ്പെടുത്താവുന്നതാണ് ഈ ഒരു ചാർജിങ് പോർട്ട് എന്ന് പറയുന്ന സാധനമാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. വേറൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ ഒരു ചാർജിങ് മെക്കാനിസമാണ്. വളരെ നല്ലൊരു ഫീച്ചറാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കിത് പിന്നീട് പരിചയപ്പെടുത്താം. ഇനി നമുക്ക് ഈ ഫോൺ ഇതിൻ്റെ അകത്തിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഫോൺ ഇപ്പോൾ ഈ കവറിൻ്റെ അകത്തിട്ട് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫീച്ചറാണ്. ഇനി നമുക്ക് ഈ ഇപ്പുറത്തെ സ്ക്രീൻ ഡുവൽ സ്ക്രീൻ നമ്മളെങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ ഫോണിൻ്റെ സൈഡിൽ ചെറിയൊരു മെനു കൊടുത്തിട്ടുണ്ട്. അതിൽ ഞെക്കുക. എന്നിട്ട് ടേൺ ഓൺ ഡുവൽ സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ ഇപ്പുറത്തെ സ്ക്രീനിലും വന്നിട്ടുണ്ട്. നമുക്ക് ഒറ്റ ടൈം നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ നല്ലൊരു സ്പെസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ബിസിനസ്മാർക്കും അങ്ങനെ മറ്റുള്ളവർക്ക് ഇത് ഉപയോഗിക്കാൻ നല്ല രസമായിരിക്കും. പിന്നെ ഗെയിമിങ്ങിനാണെങ്കിൽ പറ്റി നല്ലൊരു ഫീച്ചറാണ് കൊണ്ടുവരുന്നത്. പബ്ജി മുതലായ മറ്റു ഗെയിമുകളും കളിക്കുമ്പോൾ നമുക്കിവിടെ ട്രിഗേഴ്സ് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഫുൾ ഡിസ്പ്ലേയിൽ നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കുന്നതാണ്. നല്ലൊരു ഫീച്ചറാണ് ഇവർ കൊണ്ടുവരുന്നത്. ഡുവൽ സ്ക്രീൻ ഏകദേശം 22,000 രൂപയുള്ളൂ. ആ വിലക്ക് നമുക്ക് ഇത് കിട്ടുമെന്ന് പറയുന്നത് നല്ലൊരു ഭാഗ്യം തന്നെയാണ്. ഈ ഫോൺ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ആൻഡ്രോയിഡ് 10 വെർഷനിലാണ്. ഇതിൻ്റെ ബാക്ക് ക്യാമറ ഏകദേശം 12 MB + 2 MB ആണ്. എന്നാലും നല്ല മികച്ചൊരു ക്യാമറ ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയാണെങ്കിൽ 32 MB മെഗാപിക്സൽ ക്യാമറയാണ്. നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ജസ്റ്റ് ഇതൊന്ന് ഫോൺ രണ്ടുമൊന്ന് മടക്കി കഴിഞ്ഞാൽ നേരെ സ്ക്രീൻ ഓഫ് ആവുകയും നമ്മുടെ ഫ്രണ്ടിൽ ഡുവൽ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ഇതിൻ്റെ സമയം, ഡേറ്റ് മുതലായ എഴുതി കാണിക്കും. ജസ്റ്റ് ഫോണൊന്ന് ഓപ്പൺ ചെയ്യുക. അതുപോലെ ഫോൺ രണ്ടും ഓൺ ആയിരുന്നായിരിക്കും. ഈ ഡുവൽ സ്ക്രീൻ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് ഇതെടുക്കുക. ജസ്റ്റ് ടേൺ ഓഫ് ഡുവൽ സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഡുവൽ സ്ക്രീൻ ഓഫായി നമുക്ക് ഈ ഫോൺ നമുക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡുവൽ സ്ക്രീൻ ഓൺ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ചാർജിങ് ഒരു മെക്കാനിസം നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഡിവൈസ് വെച്ചാണ് നമ്മൾ അറ്റ് എ ടൈം നമ്മൾ ഡുവൽ സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഈ ഡിവൈസ് എടുത്ത് ജസ്റ്റ് നമ്മൾ ഫോണിൻ്റെ താഴ്ഭാഗത്തുനിന്ന് കാണിച്ചാൽ മതി. ഭയങ്കര മാഗ്നറ്റിക് ആണ്, വളരെ കട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാ ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഫോൺ ഇനി സെപ്പറേറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഫോൺ നമുക്ക് C ടൈപ്പ് തന്നെ ചാർജ് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ഫോൺ രണ്ടും അറ്റ് എ ടൈം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡിവൈസ് വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. നല്ലൊരു ഫീച്ചറാണ്. ഫാസ്റ്റ് ചാർജിങ് ആണ്. നല്ലൊരു ഉപയോഗപ്രദമായ ഫോണാണ്. ബിസിനസ്സുകാർക്കും മറ്റു ആവശ്യക്കാർക്കും നന്നായിട്ട് ഉപയോഗിക്കും. കാരണം അറ്റ് എ ടൈം നമുക്ക് രണ്ട് ഫോണിലും നമുക്ക് 2 സ്ക്രീനുകളിലായി ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്ത് നമുക്ക് കൊണ്ടേ നടക്കാൻ സാധിക്കുന്നതാണ്. നല്ലൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. നല്ല കവറുമാണ്. ഇതുപോലെ ഫ്രണ്ട് നമ്മൾ ഫുൾ ഗ്ലാസ് ആണ്. ഇതിൻ്റെ ടൈം മൊത്തം എല്ലാം എഴുതി കാണിക്കുന്നത് ഫ്രണ്ടിലായിരിക്കും, നമ്മുടെ ഡുവൽ സ്ക്രീനിലായിരിക്കും. നല്ലൊരു ഫോണാണ്. 22,000 രൂപ പ്രൈസിന് കിട്ടാവുന്ന നല്ലൊരു ബെസ്റ്റ് ഫോണാണ് ഫ്ലിപ്കാർട്ട്.